ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമ്മൾ മുട്ടയോ ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ എളുപ്പത്തിലൊരു പ്ലം കേക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായി എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം പാത്രം നമുക്ക് എണ്ണയോ ബട്ടറോ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. അടിയിലും വശത്തും ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം എടുക്കുമ്പോൾ ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ ബേക്ക് ചെയ്യാനായിട്ടുള്ള സമയം എടുക്കും. 1.5 മണിക്കൂർ വരെ ലോ ഫ്ലെയിമിലാണെങ്കിൽ എടുക്കുന്നതായിരിക്കും. നമുക്ക് കേക്കിന് വേണ്ടിയുള്ള ക്യാരമൽ ഉണ്ടാക്കാം. അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പഞ്ചസാര മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുവരെ ഇളക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ഉരുകി ക്യാരമലിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവരാം. കേക്കിന് കളർ കിട്ടുന്നത് ക്യാരമലിൻ്റെ കളറിനനുസരിച്ചായിരിക്കും. ഒന്ന് പതങ്ങി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഒഴിക്കാനായിട്ട്. ദേഹത്ത് തെറിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് അകന്ന് നിന്ന് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ക്യാരമൽ നന്നായിട്ട് മെൽറ്റ് ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ക്യാരമലെല്ലാം മെൽറ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ബ്ലാക്ക് റൈസിൻസും 1/2 കപ്പ് ഗോൾഡൻ റൈസിൻസും 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും 8 ഡേറ്റ്സ് ചെറുതായിരിഞ്ഞതും 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ കാഷ്യൂവും 2 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ഇട്ട് കൊടുക്കാം. ഓറഞ്ചിൻ്റെ പുറഭാഗം മാത്രം പീൽ ചെയ്തെടുത്തത് നമുക്കൊരു 1.5 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ള ഭാഗം ഇടരുത്, കൈപ്പരസം ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ ഒന്ന് ക്യാരമലിലിട്ട് തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്ത് കിട്ടും. ക്യാരമൽ ഒത്തിരി വറ്റിച്ചെടുക്കരുത്. ക്യാരമൽ ഒത്തിരി വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ തണുക്കുമ്പോഴേക്കും ഫ്രൂട്ട്സും ഇതെല്ലാം കൂടെ സ്റ്റിക്കി ആയിട്ടിരിക്കും. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 75 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയിൽ എല്ലാ ഭാഗത്തേയും ഒരുപോലെ എത്തിച്ചേരാൻ വേണ്ടി അരിച്ചെടുക്കണം. എല്ലാം കൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം ജാതിക്കയും ഒരു 3 ചെറിയ പീസ് കറുവപ്പട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വരാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് സാധാരണ പഞ്ചസാര എടുത്താൽ മതി. നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. പൊടിച്ച പഞ്ചസാരയിലേക്ക് നമുക്ക് മുട്ടയ്ക്ക് പകരം നമ്മൾ തൈരാണ് ഉപയോഗിക്കുന്നത്. അധികം പുളിക്കാത്ത ഒരു 4.5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ പൾസ് ബട്ടണിൽ ഒരു 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര തൈര് മിക്സ് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് സ്റ്റിക്കി ആയിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് പരുവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 2-3 ബാച്ചായിട്ട് കുറേശ്ശെയിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതിലുള്ള എയർ ബബിൾസ് പോകാനായിട്ട് നമുക്ക് 2 പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ഇഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ബേക്ക് ചെയ്യുന്ന പാത്രം ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കാനായിട്ട് വെക്കണം. പാത്രത്തിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു റിങ് മാത്രം വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇത് മൂടി വെച്ച് നമുക്ക് ഒരു 1.5 മണിക്കൂർ വരെ
ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കണം. പാത്രത്തിനെ ബേസ് ചെയ്തൊക്കെ നമ്മുടെ ബേക്ക് ചെയ്യുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ട് നടുഭാഗം കുത്തി നോക്കുക. എന്തെങ്കിലും സ്റ്റിക്ക് ഉപയോഗിച്ച്, ടൂത്ത് പിക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് കുത്തി നോക്കണം. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് ബേക്കായി എന്നുള്ളതാണ്. നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം പിറ്റേ ദിവസം മുറിക്കുന്നതാണ് ടേസ്റ്റും. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുക.